ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PYQ സെറ്റ് 3ൻ്റെ കണ്ടിന്യൂഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 60 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വൂഡ്സ് ആയിരുന്നു അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരുന്നത്. നെക്സ്റ്റ്, ഹെലിക്കോബാക്ടർ പൈലോറി മോസ്റ്റ്ലി ഇൻഫെക്ട്സ് വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റമക്ക്. അപ്പോൾ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസമാണ്. അത് നമ്മുടെ സ്റ്റമക്കിൻ്റെ ഏത് പാർട്ടിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻഡ്രം. ഓക്കെ, ഓപ്ഷൻ ബി ആൻഡ്രം. നെക്സ്റ്റ്, എ ടൈപ്പ് ഓഫ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. ഇവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയതാണ് കേട്ടോ, അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അക്കോർഡിംഗ് ടു WHO, ദ ഫാസ്റ്റിംഗ് പ്ലാസ്മ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ എ ഡയബറ്റിക് വുഡ് ബി. അതായത് ഫാസ്റ്റിംഗ് പ്ലാസ്മ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയായിരിക്കണം? 140 mg%, 140 mg%-നേക്കാളും കൂടുതലായിരിക്കണം. എന്താണ്? ഫാസ്റ്റിംഗ് കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. പോസ്റ്റ് പ്രാൻഡിയൽ, അത് റാൻഡം ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ആ ലെവലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് വെക്കുക. The ratio of carbohydrate, protein and fat in a diabetic diet. ഓക്കെ, ഡയബറ്റിക് ഡയറ്റിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെ റേഷ്യോ ആണ്. എത്രയായിരിക്കണം? കാർബോഹൈഡ്രേറ്റ് 60 ആയിരിക്കണം, പ്രോട്ടീൻ 20 ആയിരിക്കണം, ഫാറ്റ് 20 ആയിരിക്കണം. ഇതായിരിക്കണം ഒരു ഡയബറ്റിക് ഡയറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കാർബോഹൈഡ്രേറ്റ്, ഇത് പ്രോട്ടീൻ, ഇത് ഫാറ്റ്. അപ്പോൾ ഓപ്ഷൻ എ. വൈറ്റമിൻ സി ഇൻക്രീസസ് അബ്സോർപ്ഷൻ ഓഫ്. അപ്പോൾ വൈറ്റമിൻ സി എന്തിൻ്റെ അബ്സോർപ്ഷൻ? ഒരു മിനറലായ നമ്മുടെ അയണിൻ്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ വൈറ്റമിൻ സി കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിക്കകത്ത് അയണിൻ്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോഡിയം റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ. സോഡിയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഡയറ്റ് നമ്മൾ സിറോസിസിൽ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നെഫ്രോസിസ്, നെഫ്രൈറ്റിസ്, ഇതിലൊക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. എ ലോ പ്യൂരിൻ ഡയറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻ. നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്സിൻ്റെ അക്യുമുലേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗൗട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്യൂരിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മുടെ ന്യൂക്ലിക് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെ, നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ ലോ പ്യൂരിൻ ഡയറ്റ് എവിടെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്? ഗൗട്ട്സ് ഡിസീസിലാണ്. ഡയസ്റ്റോളിക് പ്രഷർ ഓഫ് 105 to 119 mm/Hg ഈസ് ടേംഡ് ആസ്. mmHg ഈസ് ടേംഡ് ആസ് എന്താണ്? നമുക്ക് എന്ത് പറയാം? ഒരു മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ ആണെന്ന് പറയാം, അല്ലേ. മൈൽഡ് എന്നും പറയാൻ പറ്റില്ല, സിവിയർ എന്നും പറയില്ല, ഒരു മോഡറേറ്റ് ആണ്. 105 to 119 mmHg എന്ന് പറയുന്നത് എന്താണ്? മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നോർമൽ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയൊരു പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ തലയിൽ നിൽക്കുള്ളൂ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് ഗ്ലൈസമിക് ഇൻഡെക്സ്. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് ഈ തന്നതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ഉള്ളത് ഏതിനാണ്? ബ്രെഡ്, ഇഡ്ലി, ഐസ്ക്രീം, ഗ്രൗണ്ട് നട്ട്സിനാണ് കേട്ടോ. ഏതിനാണ് ലോവസ്റ്റ് ഉള്ളത്? ഗ്രൗണ്ട് നട്ട്സിനാണ് ലോവസ്റ്റ് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളത്. അബ്ഡോമിനൽ ഒബേസിറ്റി ഇൻ മെൻ ഈസ് ഡിഫൈൻഡ് ആസ്. അബ്ഡോമിനൽ ഒബേസിറ്റി മെന്നിൻ്റെ കേസിൽ എപ്പോഴും എത്രയായിരിക്കണം? ഗ്രേറ്റർ ദാൻ 102 cm ആണ്. ഗ്രേറ്റർ ദാൻ 102 cm ആണ് മെന്നിൻ്റെ കേസിൽ. ഓക്കെ, ദ ഫുഡ് ഗ്രൂപ്പ് അറ്റ് ദ ബേസ് ഓഫ് ഫുഡ് ഗൈഡ് പിരമിഡ് ഈസ്. അതായത് നമ്മൾ ഫുഡ് ഗൈഡ് പിരമിഡൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഏറ്റവും താഴെ വരുന്നുള്ളത്, ബേസിൽ വരുന്നത് ആരാണ്? സെറിയൽസ് ആണ്. ആരാണ്? സെറിയൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ പ്രോട്ടീൻ കോമ്പോസിഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക് ഈസ്. എന്താണ്? പ്രോട്ടീൻ കോമ്പോസിഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിനകത്ത് എത്രത്തോളം പ്രോട്ടീൻ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്താണ്? 20% ബീറ്റാ കസീൻ, 20% ബീറ്റാ കസീനും അതുപോലെ തന്നെ 80% വേ പ്രോട്ടീനുമാണ് വരുന്നത്. ഓക്കെ, ബീറ്റാ കസീൻ 20%, വേ പ്രോട്ടീൻ 80% ആണ് വരുന്നത്. സോഫ്റ്റനിങ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോർണിയ ഈസ് ടേംഡ് ആസ്. സോഫ്റ്റനിങ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോർണിയ വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുള്ള ഒരു വേർഡാണ് കെരാട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, കെരാട്ടോ എന്ന് പറയുമ്പോൾ അത് കോർണിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനകത്ത്, പോളിസാക്കറൈഡിനകത്ത് നമ്മൾ കെരാറ്റാൻ സൾഫേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ. അതും കോർണിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നില്ലേ? അതേപോലെ തന്നെ ഈ കെരാട്ടോ വരുമ്പോൾ നമ്മൾ മിക്കവാറും കോർണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, ഇത് RDA ഓഫ് പ്രഗ്നൻറ്റ് വുമൻ, RDA ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ ആസ് പെർ ICMR. ഇവിടെ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലേ. നെക്സ്റ്റ്, ഈച്ച് ഗ്രാം ഓഫ് പ്രോട്ടീൻ ഈൽസ് ഡാഷ് കിലോ കലോറീസ് ഓഫ് എനർജി. എത്രയാണ്? 4 kcal ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എത്രയാണ്?
അതുപോലെ തന്നെ ഫാറ്റ് എത്രയാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ എത്രയാണ്. ഇതൊക്കെ ഒരു കുഞ്ഞു നോട്ടിൽ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഓക്കെ, ഓരോ പേജിലായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുഞ്ഞു നോട്ട്, ഒരു കുഞ്ഞ് എന്താണ് നമ്മൾ പോക്കറ്റ് നോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അതെപ്പോഴും കാണുന്ന പോലെ ഇങ്ങനെ നോക്കി വെക്കുക. ഈച്ച് ഗ്രാം ഓഫ് പ്രോട്ടീനകത്ത് എത്രയാണ്, 4 കിലോ കലോറീസ് ആണ്. കാർബോഹൈഡ്രേറ്റ് 9 ആയിരുന്നു അല്ലേ. നെക്സ്റ്റ്, വിത്ത് ഇൻക്രീസ് ഏജ് ബി എം ആർ എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ആണ്. അപ്പോൾ നമ്മളിത് എന്താണ് ഫുഡ് സേഫ്റ്റീൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് പ്ലേലിസ്റ്റിൻ്റെ കേസിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. BMRനെ അഫക്റ്റ് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ പ്ലേലിസ്റ്റിനകത്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് തരാം കേട്ടോ. വിത്ത് ഇൻക്രീസ് ഏജ് ദ BMR, ഏജ് ഇൻക്രീസ് ചെയ്യുന്നതോറും BMR എന്താണ്, ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് പോകുന്നുള്ളത്. വിത്ത് ഇൻക്രീസ് ഏജ് ദ BMR ഡിക്രീസ്. തൈമിൻ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റ്. തൈമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ B1 ആണ് അല്ലേ. B1ൻ്റെ ഡെഫിഷ്യൻസി എന്താണ്, ബെറിബെറി ആണ് കോസ് ചെയ്യുന്നത്. വൈറ്റമിൻ B1 ബെറിബെറി. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കണ്ടക്ടിങ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, കൺസെപ്ച്വലൈസേഷൻ ആണ്. എന്താണ്, കൺസെപ്ച്വലൈസേഷൻ ആണ്. കൺസംഷൻ പാറ്റേൺ ഓഫ് എ സ്പെസിഫിക് ന്യൂട്രിയൻ ക്യാൻ ബി ബെസ്റ്റ് അസർട്ടൈൻഡ് ബൈ. ഇങ്ങനെയാണ് ഫുഡ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ സർവേ എന്ന് പറയുന്നത് അല്ലേ. ഫുഡ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനെയർ വെച്ചിട്ടാണ് കൺസംഷൻ പാറ്റേൺ, ഒരു സ്പെസിഫിക് ന്യൂട്രിയൻ്റെ ഒരു കൺസംഷൻ പാറ്റേൺ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ഫുഡ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനെയറിലൂടെയാണ്. അംഗൻവാടീസ് ആർ ഗ്രാസ് റൂട്ട് ലെവൽ ഏജൻസീസ് അണ്ടർ ഏതിൻ്റെ കേസിലാണ്, ICDSൻ്റെ അണ്ടറിലാണ് വരുന്നുള്ളത്. ഓക്കെ, ICDSൻ്റെ അണ്ടറിലാണ് അംഗൻവാടീസ് വരുന്നുള്ളത്. വേണമെങ്കിൽ ജസ്റ്റ് അത് വന്ന് ഇറക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ. ദ വേർഡ് കവർ ഇൻ ഫുഡ് സർവീസ് റെഫേഴ്സ് ടു. കവർ എന്ന് പറയുന്നത് എന്താണ്, പ്ലേസ് സെറ്റിംഗ് ഫോർ വൺ ഗസ്റ്റ്. ഒരു ഗസ്റ്റിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കവർ എന്ന് പറയുക. ഓക്കെ, കവർ. എ സെർവർ ഇൻ ട്രെയിനിങ് ഈസ് കോൾഡ്. അപ്പോൾ ട്രെയിനിങ്ങിൽ ഉണ്ടാകുന്നുള്ള ഒരു സെർവറിന് സാധാരണ നമ്മൾ പറയാറില്ലേ അപ്രൻറ്റീസ് എന്ന് പറയാറില്ലേ, അതെന്തിനാണ്, ട്രെയിനീസിനാണല്ലേ സാധാരണ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ സെർവർ ഇൻ ട്രെയിനിങ് ഈസ് കോൾഡ് അപ്രൻറ്റീസ്. എ മെനു ഓഫ് ലിമിറ്റഡ് ചോയ്സ് ഈസ് കോൾഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടേബിൾ D ഹോട്ട് എന്നാണ് നമ്മളതിന് പറയാം. ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഫുഡ് സർവീസ് ഓർഗനൈസേഷൻ. സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഫുഡ് സർവീസ് ഓർഗനൈസേഷനാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയാം. അതാണ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഫുഡ് സർവീസ് ഓർഗനൈസേഷനാണ് ലൈൻ ഓർഗനൈസേഷൻ. ഡാഷ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. പഠിച്ചു വെക്കുക, ഫ്രെഡറിക് W. ടൈലർ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദർ. ആരാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദർ, ആരാണ്, ഫ്രെഡറിക് W. ടൈലർ ആണ്. ബ്രേസിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ്. ബ്രേസിങ് എന്ന് പറയുന്നത് റോസ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്റ്റ്യൂയിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, എന്തിൻ്റെയൊക്കെയാണ്, റോസ്റ്റിങ്ങിൻ്റെയും സ്റ്റ്യൂയിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ബ്രേസിങ് എന്ന് പറയുന്നത്. റോസ്റ്റിങ്ങും സ്റ്റ്യൂയിങ്ങും. ഓക്കെ, ബ്രേസിങ്. which is the principal component of internal recruitment. Internal recruitment ഒരു പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് നടക്കും, നമ്മൾ ലോവർ എംപ്ലോയീസിന് എന്താണ് പ്രൊമോഷൻ കൊടുക്കും അല്ലെ, അപ്പർ റാങ്കിലോട്ട് അല്ലേ. നമ്മളിപ്പോൾ ലോവർ ക്ലർക്ക് അപ്പർ ക്ലർക്കായിട്ട് മാറുന്നത് പോലുള്ള ചില പ്രൊമോഷൻസ് ഇല്ലേ, അതുപോലുള്ള പ്രൊമോഷൻസിനെയാണ് എന്താണ് പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ്, ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് പ്രിൻസിപ്പൽ കോമ്പോണൻ്റ് ആയിട്ടുള്ളത്. ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ്. ഇപ്പോൾ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് പറഞ്ഞില്ല അല്ലേ, സോറി, ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഫോർ ആക്സെപ്റ്റൻസ് ഓഫ് ന്യൂ ഐഡിയ കംസ് അണ്ടർ ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഫോർ ആക്സെപ്റ്റൻസ് ഓഫ് ന്യൂ ഐഡിയാസ്. ഓക്കെ, ന്യൂ ഐഡിയാസിൻ്റെ ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള അത് ഏതിനകത്താണ് വരുന്നത്, ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷനകത്താണ്. ദ ഐഡിയൽ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഐഡിയൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഡെമോക്രാറ്റിക് ആയിരിക്കണം. എങ്ങനെയായിരിക്കണം, ഡെമോക്രാറ്റിക് ആയിരിക്കണം. നെക്സ്റ്റ്, ടെമ്പറേച്ചർ ഫോർ ഫ്രോസൺ സ്റ്റോറേജ്. ഫ്രോസൺ സ്റ്റോറേജിലുള്ള ടെമ്പറേച്ചർ 0 to -18 degree Celsius, -16 to 0 degree Celsius, -20 degree Celsius to 0 degree Celsius ആണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. -20 degree Celsius to 0 degree Celsius. കുക്കിംഗ് ഓഫ് സെറിയൽസ് വിത്ത് ഡ്രൈ ഹീറ്റ് ഈസ് കോൾഡ്. എന്താണ് കുക്കിംഗ് ഓഫ് സെറിയൽസ് വിത്ത് ഡ്രൈ ഹീറ്റ്? ജലാറ്റിനൈസേഷൻ, ഡെക്സ്ട്രിനൈസേഷൻ, റിട്രോഗ്രാഡേഷൻ. ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ FSOൻ്റെ കേസിൽ ഇതേ ഓപ്ഷൻസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി. അവിടെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് ജലാറ്റിനൈസേഷൻ, ഏതായിരുന്നു, ജലാറ്റിനൈസേഷൻ ആയിരുന്നു കേട്ടോ. അവിടെ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നൺ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ കുക്കിംഗ് ഓഫ് സെറിയൽസ് വിത്ത് ഡ്രൈ ഹീറ്റ് അതിനെന്താ വിളിക്കുകയെന്ന് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇല്ലാത്തവർ ഒന്ന് റെഫർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ദ ഓൺലി പെർമിറ്റഡ് ഇനോർഗാനിക് പ്രിസർവേറ്റീവ്.
പെർമിറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു എന്താണ് ഇനോർഗാനിക് ആയിട്ടുള്ള പ്രിസർവേറ്റീവേ ഉള്ളൂ, അതാണ് സൾഫർ ഡയോക്സൈഡ്. ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അസിറ്റിക് ആസിഡ് ആയാലും ബെൻസോയിക് ആസിഡ് എന്താണ് അതുപോലുള്ള എന്താണ് നമ്മൾ സാധാരണ നമ്മൾ ഫുഡിന് പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല ഓർഗാനിക് കേട്ടോ. അസിറ്റിക് ആസിഡ് പോലുള്ള ഓർഗാനിക് പ്രിസർവേറ്റീവ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഒന്ന് മാത്രമേ ഇനോർഗാനിക് ആയിട്ട് നമുക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ, അതാണ് സൾഫർ ഡയോക്സൈഡ് SO2. ദ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ ഫോർ മിൽക്ക് പാസ്ചറൈസേഷൻ. മിൽക്ക് പാസ്ചറൈസേഷൻ നമ്മൾ HT/ST ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ LT/LT ചെയ്യാറുണ്ട് അല്ലേ. അതിനകത്ത് LT/LTയിൽ എത്രയാണ് 62.8 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ നമ്മൾ 63 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയും. ഫോർ 30 മിനിറ്റ്സ് ആണ് വരുന്നുള്ളത്. ഇതിനകത്ത് ലോ ടെമ്പറേച്ചർ ലോങ് ടൈമിനകത്ത്. ഹൈ ടെമ്പറേച്ചറിനകത്ത് നമ്മളൊരു 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഷോർട്ട് ടൈം 12 സെക്കൻഡ് 15 സെക്കൻഡ്സ് ഒക്കെയാണ് വരുന്നുള്ളത്. അപ്പോൾ ബോത്ത് 1 and 2 ആണ് ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ. മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഇനബിലിറ്റി ഓഫ് ഫുഡ് ബോഡി ടു മെറ്റബോളൈസ്. ഏതിൻ്റെ മെറ്റബോളൈസേഷനാണ്? ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ്. അപ്പോൾ ഈ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സിൻ്റെ മെറ്റബോളൈസേഷൻ നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഏത് ഡിസീസ് വരുന്നുള്ളത്? മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. എന്താണ്? മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് വരുന്നുള്ളത്. ഓക്കെ. കൺവേർഷൻ ഓഫ് ഫാക്ടർ ബീറ്റ കരോട്ടിൻ ടു വിറ്റമിൻ എ. എന്താണ്? കൺവേർഷൻ ഫാക്ടർ. ഓക്കെ. കൺവേർഷൻ ഫാക്ടർ ഓഫ് ബീറ്റ കരോട്ടിൻ ടു വൈറ്റമിൻ എ. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈറ്റമിൻ എൻ്റെ പ്രോ വൈറ്റമിൻ ആ ഒരു ഫോമാണ് ഇത് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൺവേർഷൻ ഫാക്ടർ എത്രയാണ്? 8:1 ആണ് കേട്ടോ. 8:1 ആണ്. ദ ആൻറ്റിബയോട്ടിക് പ്രിൻസിപ്പിൾ അലിൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ്. ഇത് FSOൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാർലിക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് അലീൻ എന്ന് പറയുന്നത്. ഓക്കെ. ഗാർലിക്കിനകത്ത് അലീൻ. ദ ആൻറ്റി ഓക്സിഡൻസ് പ്രസൻറ്റ് ഇൻ ടീ. ആൻറ്റി ഓക്സിഡൻസ് പ്രസൻ്റ് ആയിട്ടുള്ളത് ടീനകത്ത് ഏത് തന്നെയാണ്? പോളിഫിനോൾസ് തന്നെയാണ് അല്ലേ. പോളിഫിനോൾസ് ആണ് നമ്മുടെ ടീനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ ഗ്രീൻ ടീനകത്ത് പഠിച്ചു നോക്കണേ, അത് മറന്നു പോകരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ സെറിയൽസ്. സെറിയൽസിൻ്റെ കേസിൽ ലൈസിനാണ്. അപ്പോൾ സെറിയൽസിൻ്റെ കേസിൽ ഏതാണ്? അതുപോലെ തന്നെ വേറെ ഏതായിരുന്നു? പൾസസിൻ്റെ കേസിൽ ഏതാണ്? അല്ലേ, പൾസസിൻ്റെ കേസിൽ മെത്തിയോണിനാന്ന് തോന്നുന്നു അല്ലേ, മെത്തിയോണിൻ. ഓക്കെ. അപ്പോൾ അത് പഠിച്ചു നോക്കണം. സെറിയൽസിൻ്റെ കേസിൽ ഏത് അമിനോ ആസിഡാണ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്? പൾസസിൻ്റെ കേസിൽ ഏത് അമിനോ ആസിഡാണ് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്നത്? അത് മറന്നു പോകരുത്. ദ ലെവൽ ഓഫ് അയഡിൻ ഇൻ അയഡൈസ്ഡ് സാൾട്ട്. അപ്പോൾ അയഡൈസ്ഡ് സാൾട്ടിനകത്ത് എത്രത്തോളം അയഡിൻ വേണം? 30 പാർട്സ് പെർ മില്യൺ ആണ്. 30 പാർട്സ് പെർ മില്യൺ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ മിൽക്ക്. മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് ആണ് ലാക്ടോ പെറോക്സിഡേസസും അഗ്ലൂട്ടിനിൻസും. ഓക്കെ. ലാക്ടോ പെറോക്സിഡേസസും അഗ്ലൂട്ടിനിൻസും ആണ് മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മൾ 60 to 100 വരെയുള്ള 40 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അതിനകത്ത് തന്നെ 2 ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് ആയിരുന്നു. അപ്പോൾ വീണ്ടും പറയാണ്, നല്ല വൃത്തിയിൽ റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ FSO നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ അതുപോലുള്ള ടഫ് എക്സാം ഒക്കെ ആണെങ്കിൽ കട്ട് ഓഫ് കുറഞ്ഞിട്ട് തന്നെ വരാനാണ് സാധ്യത. അതുകൊണ്ട് എന്താണ് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ബാക്കി നമുക്ക് എക്സാം ടൈമിൽ നോക്കാം കേട്ടോ. സോ താങ്ക് യു.